സാഹിത്യ നിരൂപണത്തിലുമെല്ലാം തന്നെ പൗരമാഷ വെച്ച് പുലർത്തുന്ന ഒരു കണിച്ചതയും നിശ്ചിതത്വവും എല്ലാവർക്കും അനുഭവമുള്ള അറിയാവുന്ന കാര്യങ്ങളാണ് തീർച്ചയായും. നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ കവിയുടെ ഒരു പേര് സൂചിപ്പിക്കപ്പെട്ടു. കവികളുണ്ട് ആഖ്യാനത്തെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യയശാസ്ത്രം തന്നെയാണ് ആഖ്യാനം എന്നുള്ളത്. അതായത് അതത് കാലഘട്ടത്തിലെ എഴുത്തുകൾ, ആഖ്യാനങ്ങൾ എപ്രകാരമാണ് അതത് കാലഘട്ടത്തിലെ അധികാര ശക്തികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് കവികളുണ്ട് അദ്ദേഹത്തിന്റെ നിരൂപണ യാത്രയുടെ ആദ്യകാലത്ത് തന്നെ സമഗ്രമായി പഠിക്കുന്നു. അതിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതത് കാലഘട്ടത്തിലെ ഉത്പാദന ഉപാധികളുമായി, ആ ഉത്പാദന ഉപാധികൾ കൈവശം വെച്ചിരിക്കുന്ന അധികാര ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്രകാരമാണ് പ്രധാനപ്പെട്ട രചനകൾ അവയുടെ സാംസ്കാരിക ദൗത്യം നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ക്ലാസിക്കൽ മാസ്റ്റർ കാഴ്ചപ്പാട് പരിചയമുള്ള ഏതൊരാൾക്കും ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടുണ്ടാകും. ഞാനത് എടുത്തുപയോഗിക്കാൻ പോകുന്നത് ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ തന്നെയാണ്. ഇന്ദുലേഖയിൽ അക്കാലത്തെ ഉത്പാദന ഉപാധികളെ കുറിച്ചുള്ള ചെറിയ ചില സൂചനകളും, ഒരു മുട്ടസൂചി പോലും നമുക്ക് സ്വന്തമായി നിർമ്മിക്കാനാവുന്നില്ലല്ലോ എന്ന് ഒരു പരിദേവനം ഇന്ദുലേഖകളുണ്ട്. മറ്റൊന്ന് ആവി യന്ത്രത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരല്പം അത്ഭുതം നിറഞ്ഞ ഒരു ചർച്ച ഇതിലേക്കും മറ്റു ചില സൂചനകളുമുണ്ട്. ഇതെല്ലാം തന്നെ ആ കാലഘട്ടത്തിലെ ഉത്പാദന ഉപാധികൾ പൂർണ്ണമായും കൊളോണിയൽ ശക്തികളുടെ കയ്യിലായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ എക്കോണമിയിൽ അവർ ചെലുത്തുന്ന വലിയ സ്വാധീനത്തെ കുറിച്ച് തീർച്ചയായിട്ടും ആ സ്വാധീനം തന്നെയാണ് സംസ്കാര രംഗത്തേക്ക് സംക്രമിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനത് സൂചിപ്പിക്കുന്ന രണ്ട് കൃതികളെ പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഒന്ന് നമുക്കെല്ലാം അറിയാവുന്ന വില്യം ലോഗന്റെ മലബാർ എന്ന കൃതിയാണ്. മലബാർ മാനിൽ എന്ന് വിളിക്കപ്പെടുന്ന മലബാർ എന്ന കൃതി 1787 ഇന്ദുലേഖയ്ക്ക് 2 വർഷം മുമ്പാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 2 വർഷം കഴിഞ്ഞ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖം പുറത്തുവരും. ഈ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലും വില്യം ലോഗന്റെ മലബാറും തമ്മിലുള്ള രൂപപരമായ ആശയപരമായിട്ടുള്ള ചാർച്ച വളരെ വലുതാണ്. വില്യം ലോഗന്റെ ഈ എഴുത്ത് നമുക്കെല്ലാം അറിയാം. അത് കൊളോണിയൽ ഭരണകാലത്തെ ആ ഭരണത്തിന്റെ കീഴിലുള്ള പ്രദേശങ്ങളുടെ റിസോഴ്സ് മാപ്പ് ചെയ്യാൻ വേണ്ടി, വിഭവങ്ങൾ മാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കൊളോണിയൽ ഗസറ്റീഴ്സിന്റെ ഭാഗമായിട്ടാണ് അന്ന് മലബാർ എഴുതപ്പെട്ടത്. അതിന്റെ പ്രഖ്യാപിതവും പ്രാഥമികവുമായിട്ട് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലുള്ള പ്രദേശങ്ങളുടെ വിഭവങ്ങളുടെ കണക്കെടുക്കാനുള്ളതായിരുന്നു. വളരെ ഭംഗിയായിട്ട് ആ പുസ്തകത്തിൽ, പ്രത്യേകിച്ചും അതിന്റെ 2ാം വോള്യത്തിൽ അത് നിർവഹിക്കപ്പെടുന്നു. പക്ഷെ അതോടൊപ്പം ഒരു പടി കൂടി കടന്നുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ചരിത്രവും ഇവിടുത്തെ സമൂഹത്തെ കുറിച്ചുള്ള വിവരണങ്ങളും എല്ലാം, സാഹിത്യവും എല്ലാം തന്നെ ഏറെക്കുറെ സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ട് ഒരുപക്ഷെ കേരളത്തെ സംബന്ധിക്കുന്ന ചരിത്ര രചനാ സംരംഭങ്ങളിൽ ശാസ്ത്രീയമായ രചനാ ഉപാധികൾ, തെളിവുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ചരിത്രരചനാ പദ്ധതിയുടെ തുടക്കം അവിടെ ഉണ്ടാവുകയാണ്. അതായത് കൊളോണിയൽ പദ്ധതിക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ടതും കുറെ കൂടി വിപുലമായ സാംസ്കാരിക പദ്ധതിയായി വളർന്നതുമായിട്ടുള്ള വലിയൊരു പ്രോജക്റ്റാണ് വില്യം ലോഗന്റെ മലബാർ. അതിൽ ലോഗൻ പറയുന്നൊരു കാര്യം, ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് മലയാളിക്ക് ചരിത്രം ഇല്ല, മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഈ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഈ വലിയ ഈ കെട്ടുകഥകളുടെ
ഈ കൂട്ടത്തിൽ നിന്ന് എപ്രകാരമാണ് ചരിത്ര വസ്തുതകളെ വേർതിരിച്ചെടുത്തുകൊണ്ട് ചരിത്രം നിർമ്മിക്കുക എന്ന സമഗ്രമായ ജോലിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിനെ ഈ ലെജൻഡറി നോൺസെൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഇതിഹാസങ്ങളുടെയും പഴകഥകളുടെയും പുരാണങ്ങളുടെയും മിത്തുകളുടെയും എല്ലാം കൂടിക്കലർന്ന ഈ പരശുരാമൻ സൃഷ്ടിച്ച കേരളം മുതൽ ഇങ്ങോട്ടേക്കുള്ള കഥകൾ അദ്ദേഹം വിളിക്കുന്ന അങ്ങനെ. അപ്പൊ ഇതിൽ നിന്ന് വസ്തുതകളെ കണ്ടെത്തിക്കൊണ്ട് യഥാർത്ഥ ചരിത്രം നിർമ്മിക്കാനുള്ള ശ്രമമാണ് ലോകൻ അവിടെ നടത്തുന്നത്. രസകരം എന്ന് പറയട്ടെ, ലോകന്റെ കൃതിയിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന വാഴ്ത്തപ്പെടുന്ന ഒരു സമുദായം നായർ സമുദായമാണ്. ഞാൻ അതിലേക്കാണ് ഈ വരുന്നത്. അതിന് തീർച്ചയായും അക്കാലത്തെ ഉൽപാദന ബന്ധങ്ങളുമായി നല്ല ആഴത്തിലുള്ള ഒരു പാരസ്പര്യമുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ വരുമ്പോൾ ആധിപത്യത്തിലുണ്ടായിരുന്ന നമ്പൂതിരി രാജകുടുംബങ്ങളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അവിടെ തങ്ങളെ തന്നെ സ്വയം പ്രതിഷ്ഠിക്കുകയും തൊട്ടു താഴെയുള്ള നായർ വിഭാഗത്തെ നേരത്തെ ഉണ്ടായിരുന്ന ജാതി ഹൈറാർക്കിയെ തങ്ങളുടെ ഭരണക്രമമാക്കി മാറ്റിയെടുത്തുകൊണ്ട് നികുതിയുടെ പ്രധാനപ്പെട്ട ഉപാധികളായിട്ട് ഈ വിഭാഗത്തെ ഉപയോഗിക്കുകയും അങ്ങനെ പരസ്പരം വളരെ സിംബയോട്ടിക് ആയിട്ടൊരു ബന്ധം ഈ രണ്ട് വിഭാഗങ്ങളും ഉണ്ടായി വരുന്നു. അതിന്റെ ഭാഗമായിട്ട് ലോകന്റെ മലബാർ മാനുവലിന്റെ ആമുഖത്തിൽ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ജാതി വിഭാഗത്തെ കുറിച്ച് വളരെ വാചാലമായിട്ട് ഒരു യൂളജി പോലുള്ളൊരു ഭാഗം അവിടെ ഉണ്ട് ലോകന്റെ ആമുഖത്തിൽ തന്നെ. ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട സ്റ്റേജും ഒരു നായർ ഭവനമാണെന്ന് നമുക്കറിയാം. പഞ്ചുമേനോൻ കാരണവരായിരിക്കുന്ന ഒരു നായർ ഭവനമാണ് അവിടെയും പ്രധാനപ്പെട്ട സ്റ്റേജ്. രണ്ടാമത് നിശ്ചിതമായ ആക്ഷേപഹാസ്യത്തിന് വിധേയനാവുന്ന നമ്പൂതിരി, ഇത് ചന്ദ്രമേനോൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നമ്പൂതിരി സമുദായത്തോട് എനിക്ക് വലിയ ബഹുമാനമാണ്. അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് ചെറുശ്ശേരി നമ്പൂതിരിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ നമ്പൂതിരിയെ, സൂര്യ നമ്പൂതിരിയെ അദ്ദേഹത്തിന്റെ ഈ മോഷണത്തെ വർണ്ണിക്കാതിരിക്കാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് വില്യം ലോകന്റെ മലബാറിലും സമാനമായ ആക്ഷേപഹാസ്യത്തിന് വിധേയനാവുന്ന നമ്പൂതിരിയെ കാണാം. അതായത് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഓരോ വിഭാഗത്തെയും എപ്രകാരമാണ് ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ കൊളോണിയൽ സാംസ്കാരിക പദ്ധതിക്കകത്ത് പ്രതിഷ്ഠിച്ചതെന്ന് നമുക്ക് ഇതിനകത്ത് വളരെ സൂക്ഷ്മമായിട്ട് കാണാൻ കഴിയും. മൂന്നാമത്തെ മറ്റൊരു വിഭാഗം മാപ്പിളയാണ്. വില്യം ലോകന്റെ മലബാർ മാനുവലിലാണ് ഫണറ്റിക് മുസ്ലിം എന്ന പ്രയോഗം ശക്തമായിട്ട് കടന്നു വരുന്നത്. മതഭ്രാന്തനായ മാപ്പിള. ചെറുപ്പടപ്പാട്ടിന്റെ ഒരു തർജ്ജമ തന്നെ ആ മലബാർ മാനുവലിലുണ്ട്. രസകരമായ കാര്യം, വില്യം ലോകൻ വളരെ സൂക്ഷ്മമായിട്ട് കണ്ടെത്തുന്ന കാര്യം, മാപ്പിളമാരുടെ ഈ കലാപ സന്നദ്ധതയ്ക്ക് കാരണം ഭൂവുടമസ്ഥത സമ്പ്രദായമാണെന്ന് അതിന്റെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ മാറ്റമാണ്. ലാൻഡ് ലോസ് ആണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ ഭൂ ഉടമസ്ഥത നിയമങ്ങൾ പ്രകാരം ചൂഷണം വർദ്ധിക്കുകയും ആ ചൂഷണത്തിനെതിരെ ശക്തമായ ശബ്ദം ഉയർത്താൻ മാത്രമുള്ള ഐക്യമുള്ളൊരു വിഭാഗം ശക്തമായി രംഗത്ത് വന്നു എന്ന് തന്നെ ലോകൻ പറയുന്നത്. പക്ഷെ ആ കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് സിവിൽ സർവീസ് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത്. ബ്രിട്ടീഷുകാരുടെ അതേ ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്കുകൾ നിൽക്കുന്നതുകൊണ്ട്. പക്ഷെ അപ്പോഴും മതഭ്രാന്ത് എന്ന ഒരു കൊളോണിയൽ നറേറ്റീവിൽ നിന്ന് മാപ്പിളയെ വിമുക്തനാക്കാൻ ലോകൻ തയ്യാറാവുന്നത് വളരെ രസകരമായ കാര്യം. ഈ കാർഷിക പിന്നീടത് കെ.എൻ. പണിക്കർ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ടല്ലോ ഈ കാർഷിക കലാപത്തെ കുറിച്ച് 1921 മറ്റുള്ള കലാപങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ കലാപങ്ങൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കും ഭൂപ്രഭുവിനും എതിരായിരുന്നു, എഗൻസ്റ്റ് ദ ലോർഡ് ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത്, ലോകന്റെ മലബാർ നമ്മൾ കാണുന്നത് ആരിളകുക എന്നുള്ളൊരു പ്രത്യേക ഇസ്ലാമോഫോബിയുടെ ഒരു ആരംഭം. ആരിളകുക എങ്ങനെ കൂട്ടിക്കഴിച്ചാലും അവസാനം ഈ കാർഷിക പ്രശ്നങ്ങളും ഭൂവുടമസ്ഥ പ്രശ്നങ്ങളൊക്കെ കിഴിച്ചാലും പിന്നെയും ബാക്കി നിൽക്കുന്ന ഒന്നായിട്ട് ഈ മതഭ്രാന്തിനകത്ത് സ്ഥാനപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ കൊളോണിയൽ ഭരണക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക ആവശ്യമായിരുന്നു ഈ വില്ലൻ വേഷത്തിൽ മാപ്പിളയെ അവതരിപ്പിക്കുക എന്നുള്ളത്. കാരണം പോർച്ചുഗീസുകാരുടെ കാലം മുതൽ കച്ചവട രംഗത്ത് നിന്ന് കുടിയിറക്കപ്പെട്ടവരാണല്ലോ. സാമൂതിരി കൊട്ടാരം പോർച്ചുഗീസുകാർ ആക്രമിച്ചപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വർദ്ധിത വീര്യത്തോടെ വന്ന മാപ്പിള പോരാളികളാണ്. കാരണം മറ്റൊന്നല്ല, കച്ചവട രംഗത്തു നിന്നാണ് അവര് ഈ കുടിവെട്ടിക്കപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോ
ഈ രണ്ട് കൃതികളും വളരെ സമാനമായ ഘടനകളെ പിന്തുടരുന്നത്. ഞാനത് പറഞ്ഞു വരുന്നത് ചന്തുമേനോന്റെ ഇന്ദുലേഖയും വില്യം ലോഗന്റെ മലബാറും യഥാർത്ഥത്തിൽ വളരെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആഖ്യാനങ്ങളാണ് എന്നും ഇത് രണ്ടും തന്നെ ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ നല്ല മറ്റ് ഉപാധികൾ കൈവശം വെച്ചിരിക്കുന്നവരുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിന് വഴങ്ങുന്ന രീതിയിലാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണ്. സാധാരണ മാപ്പിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്. ഈ വില്യം ലോഗന്റെ ഒരു കൃതിയുടെ തന്നെ ഉദ്ദേശം റിസോഴ്സ് മാപ്പിംഗ് എന്നതാണ്. നോവലിലെ മാധവൻ ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് ഒരു യാത്ര നടത്തുന്നു. ഈ ഉപഭൂഖണ്ഡത്തെ ഒന്ന് വരവെച്ചുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക് ആർക്ക് എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ സർവേയുടെ ഒരു വലിയൊരു ആർക്കുണ്ട്. കന്യാകുമാരി ഇങ്ങോട്ട് ഈ താഴെ വരുന്ന അതിന് മുകളിലാണ് സർവേ ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. സർവേയുമായിട്ട് പരിചയമുള്ള ഈ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്, സർവേയിങ് എന്ന് പറയുന്നത് തന്നെ ഭൂമിയിൽ അതിനെ കേട്ട് തിരിക്കുക എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സ്ട്രാറ്റജിയാണ്. കാരണം ആധിപത്യത്തിന്റെ ഒരു ഭാഗമായി നമുക്കിന്നറിയാം. കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത് വെറുതെ ഭൂമി അളന്നെടുക്കാനുള്ള നിഷ്കളങ്കമായ ഒരു പരിപാടിയല്ല, മറിച്ച് ഈ അളക്കുന്ന ഭൂമി അളന്ന് മാർക്ക് ചെയ്യുന്നതോടുകൂടി അത് സ്വന്തമാക്കി മാറ്റുന്നത് ഏർപ്പാട്, അധികാരത്തിന്റെ വരവിന്റെ ഒരു ഉപാധി കൂടിയാണത് എന്ന് നമുക്ക് ഇന്നറിയാം. മാപ്പിംഗ് എന്ന് പറയുന്നത് നിഷ്കളങ്കമായ ഒരു വൈജ്ഞാനിക പ്രവൃത്തിയായിട്ട് ഇന്നാലും മാപ്പിംഗ് കാണുന്നില്ല. അങ്ങനെയാണ് സമാനമായ യാത്ര മാത്രമല്ല, അതിനകത്ത് ആ ബോട്ടിൽ ഇങ്ങനെ ഇന്ത്യയെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ മാധവൻ ഒരു ടെലിസ്കോപ്പിലൂടെ ദൂരദർശിനിലൂടെ കേരളത്തെ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം അത് അന്നത്തെ ആ ഒരു ടിപ്പിക്കൽ സീ ബോൺ എംപയറിന്റെ കടലിൽ ആധിപത്യം ചെലുത്തിക്കൊണ്ട് കരയിലേക്ക് നോക്കുന്ന ആ ഭരണകൂടത്തിന്റെ കാഴ്ച വളരെ ഭംഗിയുടെ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. ചന്തുമേനോനും അതിന്റെ ആരംഭങ്ങൾ ലോകന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഇതിഹാസങ്ങളുടെ ഈ അസംബന്ധ ഭണ്ഡാരത്തിൽ നിന്ന് ചരിത്രത്തെ മോചിപ്പിക്കുകയായിരുന്നു എന്ന് ലോകൻ പറയുമ്പോൾ ചന്തുമേനോൻ തന്നെ ധർമ്മസങ്കടത്തെ കുറിച്ച് പറയുന്നത് എപ്രകാരമാണ് ഞാൻ ഈ ജനതയോട് ഇപ്പോ അസംബന്ധങ്ങളെല്ലാം വിശ്വസിക്കുന്ന ജനതയാണിവർ. പുരാണ ഇതിഹാസങ്ങളൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. നടന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞാലും അവരത് വിശ്വസിക്കും. പക്ഷെ നടന്നിട്ടില്ലാത്തതും നടക്കാൻ സാധ്യതയുമുള്ളതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് വിശ്വസിക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കഥ എഴുതുന്ന അദ്ദേഹത്തോട് ചോദിക്കുന്നത്? കാരണം നടക്കാത്തൊരു കഥയാണ് നിങ്ങൾ എഴുതുന്നത്. ഇപ്പൊ ഫിക്ഷനെ സ്വീകരിക്കാനുള്ള ഒരു പ്രശ്നം ഇന്നത്തെ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രകരൻ അവിടെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെക്കുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മുടെ അതൊരുപാട് കാര്യം ഞാനിപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ഈ നായക സങ്കല്പത്തിനകത്തൊക്കെ ഒരു 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് നോവലിലെ നായക സങ്കല്പം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ബൈറോണിക് ഹീറോ മുതൽ ഒരു നന്മ നിറഞ്ഞ ക്രിസ്ത്യൻ ഹീറോ വരെയുള്ള ഹീറോകൾക്കിടയിൽ പ്രണയ ചാപല്യത്താൽ കരയുന്ന നായകന്മാരാരുമില്ല. മാധവൻ കരയുന്നുണ്ട്. മാധവനും ഇന്ദുലേഖയും തമ്മിലുള്ള രംഗത്ത് കരയുന്നത് മാധവനും ആശ്വസിപ്പിക്കും ഇന്ദുലേഖയുമാണ്. അത് യൂറോപ്യൻ മാസ്കുലിനിറ്റി നിർമ്മാണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായതാണ്. കാരണം അത് യഥാർത്ഥത്തില് ഈ തദ്ദേശീയമായ ഒരു മാസ്കുലിനിറ്റിയെ നിർവചിക്കുമ്പോൾ ചന്തുമേനോൻ യൂറോപ്യൻ മാസ്കുലിനിറ്റിയുമായി ചേർത്ത് വെക്കുന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇന്ദുലേഖയാകട്ടെ ഈ വൈദേശികമായ സ്ത്രീ സങ്കല്പത്തെ നന്നായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്നു. കാരണം അത് ഇന്ദുലേഖ സംഗീതം പഠിച്ച ഭാഷകൾ അറിയാവുന്ന ആ രീതിയിൽ അതിനെ ജെൻഡർ അടക്കമുള്ള കാര്യങ്ങള് ഈ ഒരു യൂറോപ്യൻ സാന്നിധ്യത്തിന്റെ യൂറോപ്യൻ ടെക്സ്റ്റുകളുടെ മാത്രമല്ല സംസ്കാരത്തിന്റെ അടക്കം സാന്നിധ്യത്തിൽ വളരെ അത് പ്രശ്നപരമായിട്ട് മാറുന്നു. മാധവന്റെ അവസാനത്തെ യാത്രയും അങ്ങനെയാണ്. മാധവൻ അവസാനം സിവിൽ സർവീസിലൂടെ മാധവൻ ഇന്ദുലേഖയെ വിവാഹം കഴിക്കുകയും ഈ പരിപക്വത്തായ സമ്പ്രദായത്തിന് കയ്യൊപ്പം ചേർത്തുകയും സംബന്ധത്തെ തള്ളിക്കളയുകയും എന്നിട്ട് അവസാനം സിവിൽ സർവീസ് പാസ്സായി. ആദ്യം സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റ് ആയിരുന്ന മാധവൻ പിന്നീട് സിവിൽ സർവീസ് പാസ്സാവുകയും. ഇവിടെയാണ് ഈ പോസ്റ്റ് കൊളോണിയൽ നിരൂപണത്തിന്റെ ഒരു ഭാഗം ഞാൻ പറയാൻ കാരണം ഈ സാംസ്കാരികമായ തലത്തിൽ മാത്രം നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുകയും അതിന്റെ നേരത്തെ ഒരുപക്ഷെ ക്ലാസിക്കൽ മാർക്സിസം എന്ന് പറയുന്ന സമ്പ്രദായങ്ങളെ പൂർണ്ണമായി കൈവിടുകയും ചെയ്തതിന്റെ ഫലമായിട്ട് യഥാർത്ഥത്തിൽ ഇന്നിപ്പോ ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം അവകാശപ്പെടുന്നത് അവരെ ഏറ്റെടുത്തിരിക്കുന്നത് ഡീകോളനൈസിംഗ് ദൗത്യമാണ് എന്നാണ്. വളരെ രസകരമായിട്ട് നമുക്കറിയാം പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന ഇന്ത്യൻ നോളജ്, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യൻ നോളജ് സിസ്റ്റം
എല്ലാ വിഷയങ്ങളിലേക്കും ഇന്ത്യൻ വിജ്ഞാനം തിരികെ കയറ്റുകയാണ്. ഈ തിരികെ കയറ്റലിന്റെ പ്രധാനപ്പെട്ട ന്യായമായിട്ട് പറയുന്നത് നമുക്ക് ഈ ബ്രിട്ടീഷ് അധിനിവേശപരമായ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന്, കരിക്കുലത്തിൽ നിന്നും സിലബസിൽ നിന്നും ഡീകോളനൈസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ്. എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് പോസ്റ്റ് കൊളോണിയൽ കാഴ്ചകളുടെ സാമ്പത്തിക എടുത്തറിയുന്നല്ലാത്ത കാഴ്ചപ്പാട്, സാംസ്കാരിക മാത്രമായിട്ട് കാഴ്ചപ്പാട് ആ വഴിയിൽ പോയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ മീരാനന്ദനെ കുറിച്ച് വളരെ വിമർശനപരമായിട്ട് സമീപിക്കുന്നു. ഇപ്പൊ വന്നിപ്പോ നമ്മുടെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള സാങ്കേതിക സ്ഥാപനങ്ങൾ ഇപ്പോൾ ഡൽഹി IIT ആണിപ്പോ പിന്നെ സ്വരൂപ് പ്രോജക്ട് ഏറ്റെടുത്ത് നടത്തുന്നത്. സ്വരൂപ് പ്രോജക്ട് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് വാലിഡേഷൻ ആൻഡ് റിസർച്ച് ഓൺ പഞ്ചഗവ്യ, ഗോമൂത്രവും ചാണകവും വെച്ചുകൊണ്ട് ഗവേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ഡൽഹി സർവകലാശാലയും ഈ യജ്ഞങ്ങളുടെ ഫലമായി ലഭിക്കുന്ന ഈ വസ്തുക്കളുടെ പരിപാലനത്തെ കുറിച്ച് ബോംബെ IIT, പിന്നെ മന്ത്രങ്ങളുടെ സ്പെക്ട്രം പഠിച്ചുകൊണ്ട് കാൺപൂർ IIT, നമ്മൾ പറയുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരികയാണ്. വാസ്തുശാസ്ത്ര പ്രകാരം എങ്ങനെ നഗരങ്ങൾ ഉണ്ടാക്കാവുന്ന റൂർക്കി IIT, മറ്റൊരു IIT രാമസേതു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാർവാഡ് IIT ആകട്ടെ എങ്ങനെയാണ് 3D പ്രിന്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെ അതിന്റെ ചൈതന്യം നഷ്ടപ്പെടാതെ പ്രിന്റ് ചെയ്യുക. ഈ രീതിയിൽ ഞാൻ പറഞ്ഞ ഇന്ത്യൻ നമ്മുടെ ഈ സാംസ്കാരിക രംഗത്ത് ഒരുപക്ഷെ നമ്മൾ ക്ലാസിക്കൽ മാസ്റ്റേഴ്സ് കാഴ്ചപ്പാടുകളെ പുറത്തുള്ളതൊക്കെയാണെന്നുള്ള അഭിമാനത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ട പല പുതിയ നിരൂപണ സംരംഭങ്ങളും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിനും കൂടി വഴിമരുന്ന് കിട്ടുന്ന കാര്യങ്ങൾ പറയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ പ്രഗത്ഭങ്ങളായ സർവകലാശാലകളിൽ പോലും വലിയ നിശബ്ദതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കെതിരെ. അവിടെ ഒന്നും തന്നെ സ്വാഭാവികമായി ഉണ്ടായി വരുമെന്ന് പറയുന്ന ചെറുത്തുനിൽപ്പ് ഉണ്ടായി വരുന്നില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നമ്മൾ ഈ സാഹിത്യ നിരൂപണത്തെ കുറിച്ച് പറയുമ്പോഴും കൃതികളെ കുറിച്ച് പറയുമ്പോഴും എല്ലാം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വളരെ കൃതികളെ കുറിച്ച് പറയുകയുണ്ടായി. ലൂക്കാച്ചാറിന്റെ അതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് നോവലിനെ പറയുന്നത് സോഷ്യൽ ടോട്ടാലിറ്റി ആണെന്ന് പറയുന്നുണ്ട്. ആ രീതിയിലുള്ള ചില ക്ലാസിക്കുകൾ നമുക്ക് തന്നിരുന്ന ഉൾക്കാഴ്ചയിലേക്ക് കൂടി മടങ്ങേണ്ട ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.